ഇന്ന് രാവിലെ ഉണ്ടല്ലോ പിള്ളേർക്ക് സ്കൂളിൽ നല്ല അടിപൊളി ഒരു തോരൻ കറി കൊടുത്തുവിടാന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് നോക്കിയേ, ഇത് നമ്മുടെ കക്കരിക്ക അല്ല വെള്ളരിക്ക കേട്ടോ. തോരൻ കറി എന്നാന്ന് ചോദിച്ചോണ്ടല്ലോ, പൊന്നാങ്കണ്ണി ചീരയില്ല, പൊന്നാങ്കണ്ണി ചീര ട്രെൻഡ് ആണല്ലോ. പക്ഷെ ഇവിടെ അതിന് ട്രെൻഡ് ആവുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിൽ പൊന്നാങ്കണ്ണി ഉണ്ട്. അപ്പൊ ഇത് കണ്ടോ, ഇത് വെയിലത്ത് നിൽക്കുന്നതിന് ഇതിന് ഒരു ചുമപ്പ് കളർ വരുവേ. വെയിൽ കൊള്ളാത്ത ഈ സൈഡ് കണ്ടോ, അധികം വെയിൽ കൊള്ളാത്ത നല്ല പച്ചച്ച് നിൽക്കും. അപ്പൊ എനിക്ക് കുറേ ഉണ്ട് കേട്ടോ പൊന്നാങ്കണ്ണി. അപ്പൊ ഞാൻ ഇന്ന് ഇതിനെ ഒടിച്ചു കൊണ്ടുപോയിട്ടാണ് തോരൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെ ഒടിക്കേണ്ടതെന്ന് ചോദിച്ചോണ്ടല്ലോ, ഇങ്ങനെ ഒടിച്ചെടുക്കണം ഇതുപോലെ. അപ്പൊ പൂ വരില്ല. ഇങ്ങനെ ഒരു 3 തണ്ടുണ്ടെ നട്ടാലും വേഗം പൊട്ടിക്കളിക്കും. ഇത് ഇത്ര മതി നടാൻ വേണ്ടി നമുക്ക്, കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഇന്ന് ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോയിട്ട് കുറച്ച് തോരൻ വെക്കാം. ഇവിടെ മാത്രമല്ല കേട്ടോ, കുറച്ച് അപ്പുറത്തോട്ടൊക്കെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഞാനിവിടെ പയർ നട്ടതിന്റെ ചോട്ടിൽ കൂടി ചെറിയ ഓരോരോ കമ്പ് ഒടിച്ച് വെച്ച് കൊടുത്താണ്. ഈ ഒരു ലൈൻ ഇവിടെ ഇങ്ങനെ ഫുള്ളുണ്ട്. അങ്ങനെ അവിടെ ഒരു ലെയർ അങ്ങനെ അവിടെ നട്ടിട്ടുണ്ട്. ഈ സംഭവമേ വേഗനാവും. ചെറിയൊരു തണ്ട് കിട്ടിയാൽ മതി, വേഗനാവും. നമുക്ക് ഒരു മൂടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആക്കാൻ പറ്റും. നല്ല പടന്ന് വരും. പൂക്കുന്നതിന് മുന്നേ നമ്മളിങ്ങനെ ഓടിച്ചോടിച്ച് അങ്ങ് മാറ്റി നടുവാണെങ്കിൽ, അല്ലെങ്കിൽ തോരൻ വെച്ചോണം പറിച്ചിട്ട്. അല്ലെ പൂ പിടിക്കും. പൂ പിടിച്ചാൽ തോരൻ വെക്കാൻ പാങ്ങില്ല. ഇതാ ഞാൻ പറഞ്ഞ വെയിൽ കൊള്ളാത്തത് നല്ല പച്ചിച്ച് നിൽക്കുന്നു കണ്ടോ. ഈ ഒരവസ്ഥ നിൽക്കും നല്ല പച്ച കളറിൽ. ഏതായാലും നമുക്ക് പകല് നക്ഷത്രത്തെ കണ്ടില്ലേലും ശരീരത്തിന് നല്ലതല്ലേ. ഇതിന് നല്ല വളമുള്ള മണ്ണാണ് കണ്ടോ. ഇത് വേഗം, ഇത് എത്ര ആയതേ ഉള്ളൂ. ഞാൻ ഇവിടെ മുറിച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. എന്നെ ഉസാറായിട്ട് ഇത് വളരുന്നതെന്നോ കണ്ടോ. അപ്പം കുറച്ച് വളക്കൂറൊക്കെയുള്ള മണ്ണാണ് പറയണ്ടേ. ഇതേപോലെ നല്ല തഴച്ച് വരും. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇതിന് അങ്ങനെ കേടൊന്നും പിടിക്കുകയല്ലോ കേട്ടോ. വേഗം കേടൊന്നും പിടിക്കാത്ത ചീരയാണ്. ഫുള്ള് നോക്ക്, നല്ല രസമല്ലേ. പയറിന് പയറുമായി, സൈഡിൽ കൂടി ചീരയായി. പയർ ഇങ്ങോട്ട് കയറണ്ട, അതിനെ വള്ളിയെ വിടാം നമുക്ക്. ഇപ്പൊ പലർക്കും ഒരു തെറ്റിദ്ധാരണ എന്നാന്ന് വെച്ചാൽ കണ്ടോ, ഈ തോട്ടത്തില് ഇത് നമ്മുടെ റബ്ബറിലൊക്കെ നിൽക്കുന്ന ചീരയാണ്, കാട്ടുചീരയാ. ഇത് കണ്ടോ, നിറച്ചിന് പൂവായിട്ട്. ഇതുപോലെ പൊന്നാങ്കണ്ണിക്കും പൂ വരും. ഇത് നല്ല പച്ചിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. ഇതാണ് പൊന്നാങ്കണ്ണിന്ന് കുറെ പേര് വാദിക്കുന്നവരുണ്ട്. ശരിക്കും ഇതല്ല പൊന്നാങ്കണ്ണി, ഇതാണ് പൊന്നാങ്കണ്ണി. കണ്ടില്ലേ, ഇതിന് ചുമപ്പും പച്ചക്കളറും എല്ലാം കൂടി വെയിലത്ത് വെച്ചാൽ ഇത് നല്ല ചുമന്ന് വളരും. അപ്പൊ ഇതിനും ഇതുപോലെ പൊന്നാങ്കണ്ണിക്കും ഇതേപോലെ കുഞ്ഞി പൂക്കൾ വരും. പക്ഷെ ഇതെനിക്ക് നമ്മുടെ കാട്ടുചീരയില്ലേ, അതായത് ഇത് കണ്ടോ, ഈ ചുമന്ന ചീരയില്ലേ, ഇതിന്റെ ഒരു വകഭേദമാണ് ഈ പച്ചക്കളറുള്ള ചീര. ഇതും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ കാട്ടില്. നമുക്ക് തോരൻ വെക്കാനേ 2 പച്ചമുളകും കൂടി വേണം. അപ്പൊ നമ്മള് ചീരയെല്ലാം കഴുകി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. വല്ലാതെ മൂത്ത തണ്ട് വരുന്ന ഭാഗം അങ്ങ് കളഞ്ഞേക്കണം. ഇത് ഇനി ചെറുതായിട്ട് അരിയാം. എല്ലാം നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചു വെക്കുമ്പോൾ രസമല്ലേ. അങ്ങനെ നമ്മൾ ചീരയൊക്കെ അരിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേഗം തോരനാക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. പാൻ ചൂടായി. കടുക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില, പച്ചമുളക്, അതുപോലെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച്. സവോള കേട്ടോ ഞാൻ എടുത്തത്. ഉള്ളി ഇടാം. പിന്നെ അതിൻ്റെ കൂടി കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം നമുക്ക്, ശകലം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഇനിയൊന്ന് വഴറ്റാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ സംഭവമായ പൊന്നാങ്കണ്ണീനെയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ആഴ്ചയിൽ ഒരു 2 വട്ടമെങ്കിലും ചീര നമ്മുടെ ഭക്ഷണത്തിന് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. എന്നും കൊള്ളില്ല കേട്ടോ. 1-2 പ്രാവശ്യം ആഴ്ചയിൽ നിർബന്ധമായിട്ടും വേണം. ഇതൊന്ന് ഇളക്കി തല്ലിപ്പൊത്തി വെക്കാം. ഞാൻ ഇടയ്ക്ക് നമ്മുടെ തോരന് 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല പറ്റി റെഡി ആയിട്ടുണ്ട് തോരന്. ഇപ്പം നമുക്ക് ഓഫാക്കി എടുക്കാവേ. കണ്ടോ, നല്ല സൂപ്പർ തോരൻ. പൊന്നാങ്കണ്ണി തോരൻ കൂട്ടാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് പറയാവേ. നല്ല ചൂട് തോരൻ.
സാധാരണ ചീരയൊക്കെ തോരൻ വെക്കുന്ന പോലെ തന്നെ നല്ല രുചിയുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പച്ചക്കറി ഇഷ്ടപ്പെടുന്നവർക്ക് എന്താണേലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പക്ഷെ ഇതിന്റെ ഗുണം കേട്ട് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തിന്നു പോകും കേട്ടോ. കണ്ണിന് കാഴ്ചയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അപ്പൊ എന്താണേലും ഇത് എവിടുന്നേലും ഒരു 3 കണ്ണിയുള്ള ഒരു തണ്ട് കിട്ടിയാൽ നിങ്ങളുടെ പറമ്പ് ഫുള്ളാക്കി എടുക്കാം. പ്രത്യേകിച്ച് ഒരു പരിചരണം ആവശ്യമില്ല, വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പൊ എവിടുന്നേലും ഒക്കെ കിട്ടുവാണെങ്കിൽ മേടിച്ച് നട്ടുപിടിപ്പിക്കും കേട്ടോ. എന്നിട്ട് പിള്ളേർക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം തോരനാക്കി കൊടുക്കാം. അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ. ടാറ്റാ.